ഇപ്പോൾ കെ രാജൻ മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ആലോചനയാണ് നടന്നത്. നിലമ്പൂരിൽ ചൂരൽമലയിലാണ് ദുരന്തമുണ്ടായതെങ്കിലും നമ്മളിപ്പോ 442 ബോഡിയും ബോഡി പാർട്ടും കൂടി കിട്ടിയതിൽ ബോഡി പാർട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്ഥലം ഈ മലപ്പുറം ജില്ലയാണ്. അതായത് ചൂരൽമല ദുരന്തത്തിൽ ബോഡി പാർട്സായി കിട്ടി 211 എണ്ണത്തിൽ 173 നിലമ്പൂരിൽ നിന്നുള്ള റിക്കവറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ DFO തന്നെ പറഞ്ഞത് അവിടെ 3 മണിക്ക് ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ പൊട്ടലുണ്ടായതിനു ശേഷം ഏതാണ്ട് 5:30 മൃതശരീര ഭാഗങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഹാരരുദ്ധിയായിട്ടുള്ള പുഴയുടെ യാത്ര ഗായത്രിയിൽ നിന്ന് ചാലിയാറിലേക്ക്, ചാലിയാറിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. തെരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോ ഡൗൺ സ്ട്രീമിലെ 4 പോർഷനുകളാണ്, പ്രത്യേക 4 ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത്. മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ, പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ, പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർമുക്ക് വരെ, ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ, ഇങ്ങനെ 4 പോർഷനുകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത്. ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈയെടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. നല്ല പ്ലാൻഡ് ആയിട്ടുള്ള വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന വളരെ സംതൃപ്തികരമാണ്. എങ്കിലും ഇപ്പൊ നമുക്ക് ഇന്നത്തെ ആലോചന കൂടി നടന്നപ്പോൾ സാൻഡ് ബെഡുകളുള്ള സ്ഥലങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മണ്ണ് വന്ന് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, നേരത്തെ ഉണ്ടായ പാറയുടെ അരികുവശങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കാൻ, ഏതാണ്ട് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിന്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും. കൃത്യമായ ഏകോപനത്തോടു കൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗത്തിന്റെയും നേതൃത്വം, അത് പോലീസാണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും SOG ആണെങ്കിലും NDRF ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും കുറ്റമറ്റ വിധത്തിൽ അതിന്റെ എല്ലാ സംവിധാനങ്ങളെയും അണിനിരത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തൽക്കാലം തുടരേണ്ടി വരും. ഈ കേന്ദ്രങ്ങളെ കൂടിയാലോചിച്ച് തുടരേണ്ടി വരും. സന്നദ്ധ പ്രവർത്തകർ ധാരാളം ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ കണക്കനുസരിച്ച് തന്നെ ഈ ദിവസങ്ങളിൽ 5403 പേർ പങ്കാളിയായിട്ടുള്ള തെരച്ചിലാണ് വിവിധ ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത്. സന്നദ്ധ പ്രവർത്തകരുടെ ആ താല്പര്യത്തെയും സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയെയും ഇതെല്ലാം ഏറ്റെടുക്കാനുള്ള അവരുടെ മാനസികാവസ്ഥയും സർക്കാരിന് വേണ്ടി സ്വീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം അപകടകരമായ സ്ഥലങ്ങളിലേക്ക് അറിയിക്കാതെ പോകുന്ന ഒരിടപെടലും സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നൊരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. പല ഘട്ടങ്ങളിലും ആളുകൾ അകത്തു പോകുന്നു, രാത്രി അവിടെ പെടുന്നു, തിരിച്ചു വരാനുള്ള വഴിയറിയാതാകുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പോർഷൻ, ഇപ്പൊ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും, സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ ചില വിവരങ്ങൾ ലഭ്യമാകാൻ ഇതിനെക്കുറിച്ച് തുടർന്ന് സ്ഥലങ്ങൾ കണ്ടതിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ ഉണ്ടാകും എന്ന ധാരണയെ തുടർന്ന് ചിലപ്പോ അവരുടെ ചിന്തയോ ആശയങ്ങളോ ശരിയായിരിക്കാം. അങ്ങനെ വന്നാൽ നിർബന്ധമായിട്ടും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചാൽ ഏതെങ്കിലും ഒരു ടീമിനെ അവരോടൊപ്പം വിട്ട് അവരുടെ കൂടി സാന്നിധ്യത്തിൽ എവിടെയാണോ നോക്കേണ്ടത് അവിടെയെല്ലാം തരാം. പക്ഷെ ഒറ്റയ്ക്ക് ആരെയും അനുവദിക്കില്ല. അതിൽ കുറച്ച് കർശനമായ നിലപാട് ചിലപ്പോൾ എടുക്കേണ്ടി വരും. കാരണം അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു ദുരന്തത്തിന്റെ നടുവിൽ പകച്ചു നിൽക്കുകയാണ് നമ്മൾ. പകച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് അന്വേഷിച്ച് നടക്കുകയാണ്. അതിനിടയിൽ അവരെ സഹായിക്കാൻ പോയതിന്റെ പേരിൽ പുതിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ കുറച്ച് കർശനമായി പോകേണ്ടി വരും. എന്നാൽ സന്നദ്ധ പ്രവർത്തകർക്ക് എവിടെ പോയി അന്വേഷിക്കണോ, എത്ര ദൂരത്താണെങ്കിലും എത്ര അടുത്താണെങ്കിലും ആവശ്യമായ ഫോഴ്സോടുകൂടി അവർ തിരിച്ച് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളോടുകൂടി അകത്തേക്ക് വിടാൻ പ്രയാസമില്ല. ചിലപ്പോൾ ഉള്ളിൽ ചെന്ന് വല്ലപ്പോഴും പെട്ടാൽ ഈ ഫോണൊന്നും എല്ലായിടത്തും പ്രവർത്തിക്കണമെന്നില്ല. എന്ന് മാത്രമല്ല, ആഗസ്റ്റ് 12 മുതൽ ആഗസ്റ്റ് 30 വരെ മഴയുടെ അളവ് കൂടുതലായി തന്നെ പറയുന്നുണ്ട്. അകത്ത് പോയിട്ടാവും പെട്ടെന്ന് ഇരുട്ട് കുത്തുക, ഒരു മഴ വരിക, ആ നേരത്ത് ഹെലി ലിഫ്റ്റിംഗ് പോലും സാധ്യമല്ലാത്ത ഘട്ടം ഉണ്ടാകും. വഴിയറിയാതെ അകത്ത് പെടുന്ന സ്ഥിതി ഉണ്ടാകും. വേറെ അപകടമൊന്നുമില്ലെങ്കിലും മാനസികമായി ആളുകൾ പാനിക്കാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും.
അപ്പോൾ ആ വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ പ്രത്യേകിച്ചൊരു ഇൻഫർമേഷനും ഇല്ലാതെ പോയാൽ അത് ഫോഴ്സിന് തന്നെ ഇടപെടേണ്ടി വരും, അവരെ തിരിച്ചയക്കേണ്ടി വരും. എന്നാൽ നേരത്തെ ആവശ്യപ്പെട്ടാൽ ആ കാര്യമാകുകയും ചെയ്യാം. പ്രധാനമായും ഇക്കാര്യങ്ങളാണ് പരിശോധിച്ചത്. അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ.